കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. അമ്പാടിയിലെ വേഷങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ലല്ലോ. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വരാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതിയെ അവിടെ വന്ന് ആ ക്ഷേത്രത്തിലെത്തിയിട്ട് സർവ്വവിഘ്നങ്ങളും തീർത്തു തരാനായിട്ട് പ്രാർത്ഥിക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഇന്ന് രാവിലെയൊക്കെ നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ ധാരാളം കല്യാണങ്ങളായിരുന്നു, കല്യാണത്തിൻ്റെ തിരക്കുകളായിരുന്നു. അപ്പോൾ ഒരുപാട് തിരക്കുകൾ തന്നെയായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. നമുക്ക് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടിമരം കാണാം, അതേപോലെ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിച്ചത് ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവിയെയും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണാം. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മനസ്സിൽ സ്മരിക്കുക. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴുക. പിന്നീട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നിറയെ പ്രകാശമാണ്. ആ പ്രകാശം ഇങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിലിങ്ങനെ നെയ്യൊഴിച്ച് കത്തിക്കുന്ന ആ ദീപത്തിൻ്റെ പ്രഭയാണ് കാണുന്നത്. അങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ പിന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു പാമ്പിനെ കാണാനുണ്ട്. ചന്ദനം കൊണ്ട് ഇങ്ങനെ പാമ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാമ്പിൻ്റെ പുറത്തിങ്ങനെ ആ പത്തിയുടെ ആ ഫണത്തിൻ്റെ മുകളിലിങ്ങനെ വലത് കാല് ചവിട്ടിയിട്ട് ഇടത് കാലിങ്ങനെ പൊക്കി നിൽക്കുകയാണ്. അപ്പോൾ പൊക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത ഫണത്തെമ്മിലേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്യാനായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ, അതായത് കാളിയമർദ്ദന രൂപിയായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണനാണ്. കാലുമ്മലേക്ക് നോക്കിയാൽ കാൽത്തളകൾ ഇങ്ങനെ കാണാം. അതേപോലെ പട്ടുകോണക കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉണ്ണിയാണ്. പട്ടുകോണക കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട് ഒരു ഇടത്തെ കൈ കൊണ്ട് കാളിയം പാമ്പിൻ്റെ വാല് പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈ എങ്ങനെ വെച്ചാൽ പൊന്നോടക്കുഴലുണ്ട്. എന്നിട്ടിങ്ങനെ അരയിലിങ്ങനെ കുത്തിയ മാതിരിയാണ്, അരയോട് ചേർത്ത് പിടിച്ചെണ്ണ. അപ്പോൾ എന്താ വെച്ചാൽ നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ അതിലിങ്ങനെ ആ ഒരു ലയത്തിൽ നിൽക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, ഒരു മുല്ലപ്പൂ മാലയുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് പിന്നെയും മുഖത്തേക്ക് നോക്കിയാൽ മുഖത്ത് നല്ല കുസൃതി കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യണതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ മാതിരി മൂപ്പരിങ്ങനെ കളിക്കുകയാണ്. അല്ലാതെ ദർപ്പടക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹം വിചാരിക്കുന്നത് ഞാൻ കളിക്കുകയാണെന്നാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കാണണം. അങ്ങനെ ആ പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് നൃത്തം ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ചോദിക്കാമല്ലോ മൂളിപ്പാട്ട് പാടുന്നുണ്ടോയെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ മാതിരി ഒരു രൂപത്തിലാണ്. അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. ആ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാല 2 ഉണ്ട്. അത് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് തെച്ചി, അതേപോലെ കാതിലിങ്ങനെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഈ കാളിയമർദ്ദന രൂപമൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ അവിടെ എത്തി ഭഗവത് ചൈതന്യം നമ്മളിലേക്ക് കൂടി എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അവിടുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കൽ നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നെ നേരെ തിടപ്പള്ളി നോക്കിയിട്ടും അതേപോലെ ചുവരിൻ്റെ മുകളിലുള്ള ആലില കണ്ണനെ കണ്ട് തൊഴാം. ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെ കണ്ടു തൊഴാം.
പിന്നീട് നമ്മൾ നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. എന്താ വെച്ചാൽ രാവിലത്തെ ആ തിരക്കായിരുന്നു, അതിൻ്റെ തിരക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലാതെ വലിയ തിരക്ക് കാണാനില്ല. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാനുള്ളത് കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനം ചാർത്തായിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ്. കൊമ്പ്, തുമ്പിക്കൈയൊക്കെ, കണ്ണൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. പുതിയ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. ഗണേശനൊരു മാല ചാർത്തിയിട്ടുണ്ട്, അതേപോലെ മത്സ്യത്തിനും ഒരു മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. പിന്നെ വിഷ്ണുവിനെ കണ്ട് തൊഴാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ആനന്ദശായിയായ ആനന്ദപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമ്മൾ പുരുഷന്മാർ മാത്രം നമസ്കരിക്കാൻ ശ്രമിക്കുക, സ്ത്രീകൾ നമസ്കരിക്കരുത് കേട്ടോ. പലപ്പോഴായിട്ട് ഇങ്ങനെ കാണാറുണ്ട്, അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം. നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട് ചെയ്യാൻ പാടില്ല, മുട്ടുകുത്തിയിട്ടേ പ്രാർത്ഥിക്കാവൂ എന്നൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതിൻ്റെ തൊട്ട് താഴെ ആ ഒരു ചുമർ ചിത്രം കാണാം, അതായത് ഭീഷ്മപിതാമഹൻ്റെ ശരശയ്യ. അപ്പോൾ അത് കാണാം. അവിടെ ലക്ഷ്മി ദേവിയും വിഷ്ണുവൊക്കെ ഉള്ള, കണ്ണനൊക്കെ ഉള്ള ആ ഒരു കാഴ്ച കാണാം. അങ്ങനെ അവിടുന്ന് നമ്മൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ടു തൊഴുത്, കൃഷ്ണനെയും കണ്ടു തൊഴുത് മുരുകൻ്റെ അടുത്തേക്ക് വരിക. അവിടെ മുരുകൻ്റെ അടുത്ത് വന്നാൽ ഭസ്മം കൊണ്ട് അഭിഷേകമുണ്ട്. പിന്നെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 2 വെറ്റിലമാല ഉണ്ട്, ഒരു ലിഖിതമാല ഉണ്ട്, അതേപോലെ കുറേ അധികം കുങ്കുമമുണ്ട്. ഇന്ന് ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ വന്നിട്ട് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഇടയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അങ്ങനെ നോക്കിയാൽ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അവിടുന്ന് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ ആ കൊടിമരം കണ്ട് തൊഴാം. ആ ഗ്രില്ലിനപ്പുറത്ത് മണിക്കിണറും നൃത്താറയിൽ അത് വിളക്കിങ്ങനെ തെളിഞ്ഞ് കത്തുന്നു. അതൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പടിഞ്ഞാറ് വടക്കേ നടയിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നേരെ പ്രസാദ കൗണ്ടറിലേക്ക് എത്താം. അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഭഗവതീനെ ഇടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയും വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ടുള്ള ദർശനമാണ്. മുകളിലിങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ ആയണ്ണു, മുഖമൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ വലിയ കണ്ണാക്കിയിട്ട് ഇങ്ങനെ കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല അതീവ സുന്ദരിയായിട്ടാട്ടോ അമ്മ നമ്മളെ മക്കളെ കാണാനായിട്ടിരിക്കുന്നത്. വളരെ മനോഹരം. പച്ച പട്ട് ഇങ്ങനെ മുകളിൽ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്, താഴത്ത് ചുവന്ന പട്ടുണ്ട്, അതേപോലെ നല്ല ചുവന്ന തെച്ചിമാല ഉണ്ട്, താമരമാലയൊക്കെ ഉണ്ട്, പിന്നെ അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ.
അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക, മമ്മിയൂരപ്പനെ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് ആ മമ്മിയൂർ പോയിട്ടുള്ള ആ ദർശനം കിട്ടിയ പോലെയാവും. അതിന് ശേഷം നമ്മൾ നേരെ വന്ന് ഒന്ന് പ്രദക്ഷിണമായിട്ട് അവിടുന്ന് നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ വന്നിട്ട് നമുക്ക് ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിലേക്ക് വരിക. അപ്പോൾ കിടാവിളക്ക് ഇങ്ങനെ കത്തിന് കാണാം. അപ്പോൾ അവിടെയും നോക്കി തൊഴുത് ആ മാനവേദന ദർശനം കൊടുത്ത ആ സ്ഥലമൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയും തിരക്കൊന്നുമില്ല, വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്. അങ്ങനെ നോക്കുമ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തായിട്ടുണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, നല്ല ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ. നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞിങ്ങനെ പോന്ന് നമ്മൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് നേരെ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ നമ്മൾ പുറത്തേക്ക് വന്ന് നേരെ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അത് കണ്ട് തൊഴുത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോവുക. അവിടെ പോയാൽ അവിടെ ഇങ്ങനെ ഭജന ഇരിക്കുന്നതൊക്കെ കാണാം. അതൊക്കെ കണ്ട് ആ വിഗ്രഹത്തെ ഒന്ന് തൊഴുത് നമ്മൾ വീണ്ടും ഭഗവതിയുടെ അവിടേക്ക് എത്തി. അവിടെയും തൊഴുത് വീണ്ടും വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് കിഴക്ക് വശത്ത് വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒന്നും കൂടി ആ പ്രകാശം ഇങ്ങനെ കാണാം. പിന്നെ നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.